ഗുജറാത്തിൽ നിന്ന് നേരെ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ രാജസ്ഥാനിലാണ് ഇപ്പോൾ ഉള്ളത്. രാജസ്ഥാനിൽ എവിടെയാണെന്നറിയാം, ഉദയ്പൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലേ, ഉദയ്പൂരിലെ ഫോർട്ടും സംഭവങ്ങളൊക്കെയാണ്. നമ്മളിവിടെ ഒരു ഹോസ്റ്റൽ എടുത്താണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഇനി നിങ്ങൾ 2-3 ദിവസം കാണാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഉദയ്പൂരിലെ കാഴ്ചകളൊക്കെയാണ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ ഇന്നലെ അഹമ്മദാബാദിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് ഇന്നിപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഉദയ്പൂർ എത്തിയുള്ളൂണ്ടില്ലേ. ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല, വന്ന് കയറിയതേ ഉള്ളൂ. ഇവിടെ ഹോസ്റ്റലിൽ വന്ന് കയറിയതേ ഉള്ളൂ. നമ്മൾ നേരത്തെ അഗോഡയിൽ നിന്ന് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണിത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3-4 ദിവസമായിട്ട് കുറച്ച് അടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, എന്തോ മർഡർ കേസും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് അടിയും പ്രശ്നങ്ങളൊക്കെയാണ്. അത് കാരണം ഗവൺമെൻറ് ഇവിടുത്തെ മൊബൈൽ നെറ്റ്വർക്ക് എല്ലാം ബാൻ ചെയ്തേക്കാണ്. മൊബൈൽ നെറ്റ്വർക്ക് ഒന്നും നമുക്കിവിടെ കിട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തൊട്ടേ ഞാൻ എത്താറായോ എന്ന് മറ്റേ എക്സിഗോലും അതിനകത്തൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കൊണ്ട് നെറ്റ്വർക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ട്രെയിനിൻ്റെ പ്രശ്നമായിരിക്കും, റെയിൽവേൻ്റെ ഇതിലായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വന്നു ഞാൻ പെട്ടു. കാരണം നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എൻ്റെ 2 ഫോണുള്ളതിൽ 2 സിമ്മും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ കയ്യിൽ നമ്മൾ കൂടുതലും ഗൂഗിൾ പേ അങ്ങനത്തെ സംഭവങ്ങളാണ് ചെയ്യാറുള്ളത്. കാർഡ് പേയ്മെൻറ്റൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ കയ്യിൽ അങ്ങനെ ക്യാഷും ഇല്ലായിരുന്നു. പിന്നെ നമ്മളിവിടുന്ന് ATM നിന്ന് എടുക്കുമായിരുന്നു. അപ്പോൾ ഇനി എന്ന് ഈ ബാൻ മാറുമെന്നൊന്നും അറിയത്തില്ല. നമ്മളെന്തായാലും ഇവിടെ 2 ദിവസമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് പ്രോബ്ലമാണ്. കാരണം മാപ്പ് സംഭവങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ 2 ദിവസം ഇവിടെ എങ്ങനെ നിൽക്കുമെന്നൊരു പിടുത്തമില്ല. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കുറേ കാഴ്ചകളാണ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഹോസ്റ്റലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതല്ലേ, ഇപ്പോൾ നമ്മളതിൻ്റെ റൂഫ് ടോപ്പിലാണ് നിൽക്കുന്നത്. എൻ്റെ പുറകിലൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ രാത്രി ലൈറ്റപ്പ് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ഇവിടെ പുറകിലൊരു ഫോർട്ടുണ്ട്, ഇതുകൊണ്ട് ആ ഭാഗത്തുണ്ടാ, അവിടെ ഒരു ഫോർട്ടുണ്ട്. ചുറ്റാകെ കണ്ടില്ലേ, മൊത്തം ഇതുപോലത്തെ ഹോസ്റ്റലുകളും പിന്നെ അതുപോലെ തന്നെ എല്ലാം ഹോട്ടലുകളും ഹോസ്റ്റലുകളൊക്കെയാണ്. ഇതെല്ലാം ഈ ഒരു വ്യൂ കാണുന്ന ഇതിനായിട്ട് ഫേസ് ചെയ്താണ് വെച്ചേക്കുന്നത്. എല്ലാം ഇതിൽ രാത്രിയാകുമ്പോൾ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. ഈവനിങ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഒരു റൂഫ് ടോപ്പൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഉദയ്പൂർ, ഓൾഡ് ഉദയ്പൂർ സിറ്റിയാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ റൂം കാണിച്ചു തരാം. നമ്മളെ റൂം, ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഇവിടെ ഒരു ലിവിങ് ഏരിയ, പിന്നെ ഇവിടെ 1/8 ഡോർമെട്രി, AC ഡോർമെട്രി ഉണ്ടോ, 1/8 ആണ്. ഇതിനകത്ത് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ബെഡ്. ബാക്കിയെല്ലാം കാലിയാണ്, ആൾക്കാരാരും. 2 പേരുള്ളത് ഇന്ന് വൈകിട്ട് വേക്കൻ്റ് ആവും. ബാക്കിയുണ്ടല്ലോ, ഇതാണ് റൂം, AC ഡോർമെട്രി. ഇവിടെ നിന്നുണ്ട് പുറത്തോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. ഉണ്ട് ഫുള്ള് ആ ഒരു ഇതുകൊണ്ട് അങ്ങ് കാണുന്നതാണ് ആ ഒരു ഫോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം ഗല്ലിയാണ്, ഫുള്ള് ഗല്ലീസാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫ് സീസണാണ്. അപ്പം നേരത്തെ 2 പേര് ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് വെക്കേറ്റ് ആവും. പിന്നെ ഈ റൂമിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് പുറത്ത് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. നമ്മൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങി നമ്മൾ ഹോസ്റ്റൽ അതിനകത്താണ്. അപ്പോൾ നമ്മൾ ഈ റോഡിലോട്ട് നടക്കും. ഇത് കണ്ടില്ലേ, ഫുള്ള് ഗല്ലിയാണ്, കുറേ വീടുകളും ഇതെല്ലാം കൂടുതലും ഒക്കെ ഹോം സ്റ്റേകളും സംഭവങ്ങളൊക്കെയാണ്. ഈ ഒരു സിറ്റി പാലസിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ഹോം സ്റ്റേകളൊക്കെ. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോണതും സിറ്റി പാലസും പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. എന്നിട്ട് നമ്മളിനി നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് സിറ്റി പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് കുറേ എൻട്രൻസുകളുണ്ട്. ഈ സൈഡിൽ കൂടെ നമുക്ക് അപ്പുറത്തൂടെ കറങ്ങി വേണമെങ്കിലും പോവാം. ഇവിടെ ഈ പ്രശ്നം നടക്കുന്നതുകൊണ്ട് ഇവിടെ ഷോപ്പുകളൊക്കെ ഉണ്ടല്ലേ, കുറേയൊക്കെ സ്വയമായിട്ട് അവർ അടച്ചിട്ടുണ്ട്, കുറേ ഷോപ്പുകളൊക്കെ. പിന്നെ തിരക്കും നോർമലി കുറവുണ്ട്. ഓഫ് സീസൺ ആണെങ്കിൽ കൂടിയും അവർ പറയുന്നത് ഇത്തി കൂടെ ഒക്കെ തിരക്കാണ്. ലോക്കലി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, റോഡിലൊക്കെ ഭയങ്കര കുറവാണ്. കാരണം ഈ ഒരു പ്രശ്നമൊക്കെ നടക്കുന്നതിനെ കൊണ്ട് ഇച്ചിരി കുഴപ്പം പിടിച്ച സമയമാണ് ഇപ്പം. അപ്പോൾ അത് കാരണം റോഡിലൊന്നും ആരുമില്ല, കണ്ടില്ലേ, ആളൊക്കെ ഭയങ്കര കുറവാണ്. ഈ സിറ്റി പാലസിൽ കയറാനുള്ള ടിക്കറ്റാണ്. 2 QR ഒക്കെ കണ്ടില്ലേ. ഇത് ഒരെണ്ണം നമ്മൾ അകത്തോട്ട് ചെക്ക് ഇൻ ചെയ്യുമ്പോഴുള്ള QR-ഉം തിരിച്ച് ചെക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള QR-ആണിത്. അപ്പോൾ 2 QR ഒക്കെ ഉള്ള ഒരു കിടിലൊരു ഇത് ടിക്കറ്റ് കൊള്ളാം. ഈ ടിക്കറ്റിന് 50 രൂപയാണ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് കയറുന്നതിനുള്ള ടിക്കറ്റ് പ്രൈസ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലക്സിനകത്ത് കയറാം, അല്ല കോംപ്ലക്സിനല്ല, ഈ പാലസിനകത്ത് കയറാം. പാലസിനകത്ത് കയറുന്നതിന് 650 സംതിങ് ആണ് ടിക്കറ്റ്. അകത്ത് മ്യൂസിയം ഉണ്ട്. അപ്പോൾ അത് കാണാൻ കയറുന്നവർക്ക് അകത്ത് അതിനുള്ള ടിക്കറ്റ് സംഭവങ്ങൾ വേറെയാണ്. ഇത് നമുക്ക് കോംപ്ലക്സിൽ കയറാനുള്ള ടിക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഈ കോംപ്ലക്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, ഇതാണ് ആ ഒരു സിറ്റി പാലസ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാലസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡിൽ കണ്ടില്ലേ ഒരു വലിയ ലേക്ക്, അതിൻ്റെ നടുക്കുന്നുണ്ട്. അതൊരു ഐലൻഡ് പാലസാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമുക്ക് കൂടുതൽ സംഭവങ്ങൾ ഇവിടെ ഒന്നും നെറ്റ് നോക്കാൻ പറ്റത്തില്ല, കാരണം നെറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ലേക്കിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നേരത്തെ നോക്കി വെച്ചിട്ടാണ് വന്നത്, പക്ഷേ വിട്ടുപോയി, പേര് മറന്നു. നോക്കണമെന്ന് വെച്ചാലും ഇപ്പം നെറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ കണ്ടില്ലേ, മൊത്തത്തിലുള്ള വ്യൂ ഉണ്ട്. ഈ ഒരു പാലസ് ഇരിക്കുന്നത് ഈ നേരെ ഈ ലേക്കിൻ്റെ തൊട്ട് സൈഡിലായിട്ട്. ഇവിടുത്തെ മൊത്തം വ്യൂ ഉണ്ട്. ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അടിപൊളി. ഈ ലൈറ്റിംഗ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. നമുക്കത് അവിടെ നിന്ന് ബോട്ടിംഗ് എടുക്കാൻ പറ്റും. ബോട്ടിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യൂ ഫുള്ള് നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് വൈകിട്ട് അടിപൊളിയായി ഇതിലേക്കൂടെ വ്യൂ കാണാൻ പറ്റും. അവർ രാജസ്ഥാനി ആർട്ട് വർക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ,
ആനയൊക്കെ വരച്ച് ഇവിടുത്തെ രാജസ്ഥാനി സ്റ്റൈലിലെല്ലാം ഇതുപോലെ ആന, കുതിര, പിന്നെ ഇതുപോലത്തെ ഈ ആർട്ട് വർക്കെല്ലാം ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കുറേ ആർട്ട് വർക്ക് ഇപ്പോൾ നമുക്ക് കേരളത്തിലില്ല, മറ്റേ മ്യൂറൽ ആർട്ട് വർക്കില്ല, അതുപോലെ ഇത് രാജസ്ഥാനി സ്റ്റൈൽ സാധനമാണ്. കണ്ടില്ലേ, ഇവിടെ കിട്ടുന്ന കുറേ ഷോപ്പുകളിലും ഇവിടുത്തെ ഹോട്ടലുകളും നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ആ ഹോസ്റ്റലിലേക്ക് ഡിസൈനും ഒക്കെ ഇതുപോലെ അവർ രാജസ്ഥാനി ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷെ നല്ല കാറ്റ് പിടിക്കുന്നതാണ്. ആ ഒരു ചൂടോ സംഭവങ്ങളോ ഒന്നും അറിയുന്നില്ല. നല്ലൊരു ക്ലൈമറ്റും ഉണ്ടോ. ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഉണ്ട് ഇവിടുന്ന്. ഇതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ കാണാം. നമ്മുടെ ഹോസ്റ്റലിൽ നൈറ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കിട്ടില്ല ഒരു വ്യൂ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബോട്ട് റൈഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ എന്തുണ്ട്, ബോട്ടിൽ ഇരുന്ന് ഈ പാലസിൻ്റെ മൊത്തം വ്യൂ ഇത് നല്ലൊരു സ്ട്രെച്ചിലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം തൊട്ട് ഈ ലേക്കിൻ്റെ ആ ഒരു സൈഡ് വരെ അത്രയും വ്യൂവിൽ നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ട് സൈഡും നമുക്ക് എൻട്രി ചെയ്യാം. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് എൻട്രി ചെയ്യുന്നേ ഉള്ളൂ. ഏത് സൈഡിൽ നിന്നാണ് നമുക്ക് എൻട്രി ചെയ്യുക ഇതിനകത്തോട്ട്. ഇതെന്ന് പറയുന്നത് താജ് ഹോട്ടലാണ്. ഈ കാണുന്നത് ഈ വൈറ്റ് കാണുന്നില്ലേ, എന്ന് പറഞ്ഞാൽ ഒരു താജ് ഹോട്ടലാണ് ഈ കാണുന്നത്. ആ ലേക്കിൻ്റെ പേരാണ് പിച്ചോള ലേക്ക്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിച്ചോള ലേക്കാണെന്ന്. പിച്ചോള എന്നാണ് ആ ലേക്കിൻ്റെ പേര്. അപ്പോൾ അവിടെ ബോട്ട് റൈഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ മറ്റേ മന്ദിർ ഞാൻ പറഞ്ഞില്ല, മന്ദിറിൽ പോകണവർക്ക് അങ്ങോട്ട് ബോട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കായലിൽ റൗണ്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ബോട്ട് അവൈലബിൾ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സിറ്റിയുടെ ആ ഒരു വ്യൂ കാണാൻ പറ്റും. ഈ പാലസിൻ്റെ മുകളിൽ നിൽക്കും. ഈ പാലസ് ഒരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ താഴെയുള്ള ആ ഏരിയ മൊത്തം കാണാൻ പറ്റും. നമ്മൾ നേരത്തെ എടുത്ത ആ ഹോട്ടലൊക്കെ ഇല്ലേ, ഹോസ്റ്റലൊക്കെ താഴത്തെ ഏരിയ അവിടെ നമ്മൾ കണ്ടില്ലേ മേളിൽ നിൽക്കുന്നത്. ആ പാലസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ വ്യൂ കാണാൻ പറ്റും. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആ ഒരു സിറ്റീൻ്റെ വ്യൂ എന്ന് പറയുന്നുണ്ടോ. എന്തോരം വീടുകളാണെന്ന് നോക്കി. നമ്മൾ ഇതിനിടയ്ക്ക് ഏതോ ആണ് നമ്മളത്, ഏതാണെന്നറിയാൻ പറ്റും. ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണം മനസ്സിലാകത്തില്ല. എല്ലാം വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളറ്. ആ കളറിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ മൊത്തം. അല്ല അങ്ങെല്ലാം കണ്ടു. അങ്ങ് മലകളൊക്കെ കണ്ടില്ലേ, അതിനിപ്പുറത്തോട്ട് എല്ലാ ബിൽഡിങ്ങും കണ്ട്. ആ ഒരു രണ്ട് കളറിലാണ് മൊത്തം ചെയ്യുന്നത്. ഇതിനകത്ത് ഏതോ ആണ് നമ്മുടേത്, ഏതാണെന്നറിയാൻ വയ്യ. ഇതിലേതോ ഒരെണ്ണം നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അകത്തോട്ട് പോയി. ഇവിടുന്ന് വീണ്ടും അകത്തോട്ട് കയറാൻ പറ്റും. ഈ പാലസിൻ്റെ വീണ്ടും അങ്ങോട്ടുള്ള കോംപ്ലക്സിലോട്ട് കയറാൻ പറ്റും. നമുക്കപ്പോൾ അങ്ങോട്ട് നടക്കാം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പാലസിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. കണ്ടില്ലേ, കുറേ വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് തന്നെ കണ്ടില്ലേ, ഫ്രണ്ടിലൊരു ഗാർഡനും. ഇവിടെ ഇപ്പോൾ ഈ കഫേയൊക്കെ അതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇവിടെ കേൾക്കുന്നത് കണ്ടോ. ഇതാണ് ആ ഒരു പാലസിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതാണ് സിറ്റി പാലസ് ഉദയ്പൂർ. ഇത് ആ ഒരു ഹില്ലിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ താഴോട്ടുള്ള വ്യൂ ആണ് നമ്മൾ നേരത്തെ കണ്ടത്. കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇതാണ് ഈ ഒരു പാലസിൻ്റെ എക്സിറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റി പാലസിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ എക്സിറ്റ് വഴി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്, സുവനീർ ഷോപ്പുകളും പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ഡ്രസ്സിൻ്റെതും അങ്ങനത്തെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി തിരിച്ച് എക്സിറ്റ് പുറത്തോട്ട് പോകാം. പുറത്ത് ഷോപ്പുകളും സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തൊരു മന്ദിറൊക്കെ ഉണ്ട് എല്ലായിടത്തും. ഈ ജയ്പൂർ, ഈ ഗുജറാത്ത്, രാജസ്ഥാൻ എല്ലായിടത്തും മന്ദിർ, ഒരുപാട് ടെമ്പിളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴി എക്സിറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ഇറങ്ങി. വേണ്ട, ഇതായിരുന്നു ഇതിൻ്റെ എക്സിറ്റ്. ഇതുവഴി നമുക്ക് വേണമെങ്കിൽ എൻട്രി ചെയ്യാം. നമ്മൾ മറ്റേ സൈഡിൽ നിന്ന് എൻട്രി ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതുവഴി നമുക്ക് എക്സിറ്റ് ഇറങ്ങി പുറത്തോട്ട് ഈ ഒരു ഉദയ്പൂർ സ്ട്രീറ്റിലോട്ട് ഇറങ്ങാം. ഫുള്ള് പ്രിൻ്റഡ് ഉണ്ട്. ഇവിടെ ആനയും പിന്നെ അതുപോലെ തന്നെ മറ്റേ ഒട്ടകമൊക്കെ ഉണ്ടല്ലോ, ഒട്ടകം, കുതിര, അതുപോലെയൊക്കെ ആനയൊക്കെ മെയിൻ ഇതുപോലെ ഉണ്ടോ, പ്രിൻ്റഡ് ഉണ്ടോ. ഫുൾ ആനയുടെയും ഇതുപോലത്തെ പ്രിൻ്റഡ് ഡ്രസ്സുകളാണ് മൊത്തം. ലേഡീസിൻ്റെ ആയാലും ജെൻസിൻ്റെ ആയാലും ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. അതുകൊണ്ട് എല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതുപോലത്തെ ബാംഗിൾസും പിന്നെ ബാഗ് അങ്ങനത്തെ കുറേ ഷോപ്പുകളാണ് ഈ സൈഡിലും. ഇതെല്ലാം ഇവിടെ ഫുൾ ഇതുപോലത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഫോട്ടോ ഫ്രെയിമുകളും ഇതൊക്കെ ഉള്ളതല്ലേ. ഫോട്ടോ ഫ്രെയിമെല്ലാം മറ്റേ ത്രെഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്കാർഫുകൾ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇതുണ്ടോ, യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് കുറേ പ്രൊഡക്ട്സാണ്. പക്ഷേ അതിന് നല്ല റേറ്റും ഉണ്ട്, നല്ല കത്ത് റേറ്റൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു ഇതിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് അടിപൊളി. കുറേ കളറൊക്കെ വെച്ചിട്ടൊക്കെ ആനേൻ്റെയൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാനൊക്കെ അടിപൊളി. പക്ഷേ നല്ല റേറ്റാണ്. എന്നാലും അത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ്. നല്ല രസമുള്ള സാധനങ്ങളാണ് കാണാനൊക്കെ. ഇവിടെയൊക്കെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ഇറങ്ങി വന്ന എക്സിറ്റ്. അപ്പോൾ ഞാൻ താഴെ വരെ നടന്നു പോയിട്ട് തിരിച്ച് കയറി വരും. നമുക്ക് ഇതുവഴി ലെഫ്റ്റ് ഇറങ്ങിയിട്ട് വേണം. ഈ പാലസ് നമ്മൾ കയറിയില്ല, ആ കയറിയ സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സ്ട്രീറ്റൊക്കെ തന്നെ കാണാൻ വേണ്ടി എന്ത് വൃത്തിയാണ് നോക്കി. നമ്മൾ നേരത്തെ രാവിലെ ഉച്ചയ്ക്ക് വന്നിട്ട് ഫുഡ് കഴിച്ച കടയിൽ നമ്മൾ തിരിച്ച് ഇതുവഴിയാണ് നടന്നു വന്നത്. ഇതുവഴി നമുക്ക് എൻട്രി ചെയ്യാം, അതുവഴി നമുക്ക് എൻട്രി ചെയ്യാം. രണ്ട് സൈഡിൽ കൂടെ എൻട്രൻസ് എക്സിറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തിരിച്ച് ഈ വഴി കൂടെ നടന്ന് നമ്മൾ ഇങ്ങോട്ട് പോവുക.
ഇവിടത്തേക്ക് വൃത്തി ഉണ്ടല്ലോ, ഒരു പേപ്പർ കഷ്ണം പോലും റോട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഒരു ഇങ്ങനെ ടൂറിസ്റ്റൊക്കെ കൂടുതൽ വരുന്ന സ്ഥലമാകുമ്പോഴത്തേക്ക് ഇത്രയും വൃത്തിയെങ്കിലും മിനിമം മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാ സ്ഥലത്തും. നമ്മൾ പലയിടത്തും ഇപ്പോൾ ഈ ഒരു ട്രിപ്പിൽ തന്നെ എത്ര സ്ഥലത്ത് നമ്മൾ ഇതിന് മുന്നേ പോയ ട്രിപ്പൊന്നും നോക്കണ്ട, ഈ പോയ നമ്മൾ അഹമ്മദാബാദ്, ഔറംഗാബാദ്, സൂറത്ത് അവിടെ ഇവിടെ എല്ലാം പോയില്ലേ, ആ പോയ സ്ഥലങ്ങൾ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഉദയ്പൂർ. ഇപ്പോൾ വന്നത് ഇനി ജയ്പൂർ, ജയ്സാൽമറൊക്കെ കിടപ്പുണ്ട്, എങ്കിലും പറയുക ഇവിടുത്തെ വൃത്തിയുടെ കാര്യം പറയുമോ, നല്ല വൃത്തിയായിട്ടുള്ള ആൾക്കാർ, സ്ഥലങ്ങളും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കമ്പനിയായിട്ടുള്ള ആൾക്കാർ. ഓട്ടോക്കാർ പിന്നെ എല്ലായിടത്തും കണക്കാം, കൊല്ലാൻ വേണ്ടി നടക്കുന്നതൊക്കെ. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ, ഞാൻ അത്രയൊന്നും കണ്ടിട്ടില്ലാത്ത. ബാക്കി ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഓട്ടോ ഇച്ചിരി കത്തിയ, ബാക്കി ഇവിടുത്തെ വൃത്തിയൊക്കെ കണ്ടു. നിങ്ങൾ തന്നെ നോക്കിയാൽ കണ്ടോ, ഇവിടെ എല്ലാം വേസ്റ്റ് പിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇട്ടാൽ മതി വേസ്റ്റ്. ഇതേപോലെ വേസ്റ്റ് ആരും ഇങ്ങനെയൊന്നും അവിടെ ഇവിടെ വലിച്ചു വരി ഇടത്തൊന്നുമില്ല. കണ്ടോ, നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. നമ്മളിപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ലേക്കിൻ്റെ ഭാഗത്തോട്ട്. ഇവിടെ കണ്ടില്ല കൊച്ചൊരു കുളം പോലത്തെ കൊണ്ട്, അതിൻ്റെ മേളിൽ കണ്ടോ ഒരു ഫോർട്ടോ എന്തോ സംഭവം, അതിൻ്റെ ഗേറ്റ് പോകുന്നുണ്ട് ഇതുവഴി ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ വിരൽ പോകുന്നതിൻ്റെ ആ വഴിയുണ്ടോ, ഇത്ര ആ ഒരു മല മൊത്തമായിട്ട്. അത് പറ്റില്ല, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കണക്ക് ഒരു മതിലുണ്ടോ, അതിൻ്റെ എൻട്രി ആ ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു. ആ ഭാഗത്തു നിന്ന് കയറി മേലോട്ട് പോകുന്നതാണെന്ന് തോന്നുന്നത്. നമുക്ക് ബോട്ടിങ്ങിനായിട്ട് പോവാം. ബോട്ടിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പറ്റിക്ക് കണ്ടൊരു സാധനം കാണിച്ചതാണ്. നമ്മൾ ആ ഒരു നേരത്തെ കണ്ടില്ല, ആ ഫോർട്ടിൻ്റെ അവിടെ നിന്ന് കണ്ടില്ല, പാലസിൻ്റെ അവിടെ നിന്ന് കണ്ടില്ലേ, ആ ലേക്കിൻ്റെ അങ്ങോട്ടാണ് ബോട്ടിങ്ങിന് പോകുന്നത്. ബോട്ടിങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പാലസിൽ കയറുന്നതിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. അതെന്ന് പറയുമ്പോഴത്തേക്ക് പാലസിനകത്തു നിന്നാണ്. അതൊരാൾക്ക് വരുന്നത് പെർ ഹെഡ് 600 രൂപയാണ് ബോട്ടിങ്ങിന് വരുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പുറത്തിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്, അവിടോട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് ചാർജ് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഈ ഭാഗത്തോട്ട് പോകാനാണ്. ഇവിടുന്ന് ബോട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നത്. എത്ര ടൈം വരെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ടൈം കഴിഞ്ഞൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, ഇപ്പോൾ സമയം 5 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ 5 മണി ആകുമ്പോൾ വെച്ചാൽ മിക്കവാറും ബോട്ടിങ് കാണും. കാരണം ഇവിടെ വൈകിട്ടത്തെ ബോട്ടിങ്ങാണ് ഇമ്പോർട്ടൻറ്റ്, കാരണം ആ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ബോട്ടിങ്ങിൻ്റെ ഭാഗത്തോട്ട് നടന്നു പോകാം. ബോട്ടിങ്ങിൻ്റെ സ്ഥലത്ത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ. പല ടൈപ്പ് ബോട്ടുണ്ട്, ഫാമിലി ബോട്ട് എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റേ പബ്ലിക് ബോട്ടുണ്ട്. ഇവിടുന്ന് 180 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത്. ഇവിടുന്ന് ബോട്ട് ഇങ്ങനെ കൊണ്ടുപോയി കറക്കി അതിലേക്കൂടെ ഒരു റൗണ്ട് ചുറ്റി കറങ്ങി വരും. 10-20 മിനിറ്റ് എന്തോ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോയ പാലസൊക്കെ ഈ ഒരു വരിക്ക ആ ഒരു ഭാഗത്താണ്. അവിടെ കണ്ടില്ല, ആ സൈഡ് മൊത്തം കുറേ പാലസുകളൊക്കെ ഉണ്ട്. ആ മലയൊക്കെ നിൽക്കുന്നുണ്ടോ അങ്ങോട്ട്, അവിടെയൊക്കെ ഉണ്ടോ ഏതോ പാലസൊക്കെ ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാൻ വയ്യ, നെയിമൊന്നും അറിയാൻ വയ്യ ഒന്നിൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് ബോട്ടിങ്ങിന് പോയിട്ട് വരാം. നമ്മളങ്ങനെ ബോട്ടിങ്ങിന് പോകാൻ പോവുകയാണ്. കണ്ടില്ലേ, ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിങ്ങിന് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നൈറ്റ് ബോട്ടിങ്, അല്ലെങ്കിൽ ഒരു കുറച്ച് ഇരുട്ടിന് ശേഷം ബോട്ടിങ്ങിന് വേണം. പക്ഷേ ഇവിടെ ഇപ്പം ഇന്നത്തെ ആ ഒരു പ്രശ്നമൊക്കെ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ ഇവിടെ അടയ്ക്കുമെന്ന് പറയുന്നു. ടൈമൊന്നും കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്ത് ജാക്കറ്റ് കിട്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ മുങ്ങിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ കിടക്കും. ജയ്പൂരല്ല ഉദയ്പൂർ എന്നിട്ട് വെള്ളത്തിൽ ആയിപ്പോയാൽ എന്ത് ചെയ്യും, ജാക്കറ്റ് കിട്ടുക. ഇതാകുമ്പോൾ നീന്തിയെങ്കിലും രക്ഷപ്പെടാം. ഇതാണാകും. ബാഗ് ഇതിനകത്ത് ഇട്ടിട്ട് വെച്ച്, ബാഗ് ഇവിടെ വെക്കാനും പറ്റത്തില്ല. ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി. ഇനി നമുക്ക് ബോട്ടിൽ കയറാം. ലൈഫ് സേഫായി. നമ്മൾ ബോട്ട് എടുത്ത് കണ്ടില്ലേ, ഉള്ള ആൾക്കാരാണ്. ഏതാണ്ട് ഒരു 10-15ഓളം പേരുണ്ടെന്ന്. നമ്മുടെ ബോട്ട് എടുത്ത് ഇനിയൊരു 15 മിനിറ്റ് കാണും. 15 മിനിറ്റ് മൊത്തം റൗണ്ട് അടിച്ച് ഇവിടെ മൊത്തം കാട്ടിത്തരും. ഇത് അപ്പുറത്തോടെ വേറൊരു ബോട്ട് ഉണ്ട്, അത് സ്പെഷ്യലായിട്ട് എടുത്ത ബോട്ടാണ്. 2 പേരേ ഉള്ളൂ അതിനകത്ത്. നമ്മൾ വേണ്ട പാലസിന് എടുത്ത് കയറാം. നേരത്തെ നമ്മൾ കയറിയ ആ ഒരു പാലസാണ് നിങ്ങൾ നേരെ ആ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പാലസിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഭാഗത്തിലാണ് നമ്മൾ പോയപ്പോഴാണ് ഈ ലേക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. നമ്മളിപ്പോൾ ആ ലേക്കിൽ കൂടെയാണ് ബോട്ടിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയല്ലേ, എല്ലാവരും കാഴ്ചകളാണ് കണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയാണ്. 20 മിനിറ്റ് ഒരുവിധം 20 മിനിറ്റ് തികച്ചുണ്ടായിരുന്നു. കണ്ടില്ല, എല്ലാവരും ഇറങ്ങുന്നു, എല്ലാവരും ഹാപ്പി. നമുക്ക് ഈ ജാക്കറ്റൊക്കെ വരാം. ലൈഫ് സേഫായി. ഈ ജാക്കറ്റ് വരാം. ഇതിട്ട് വിയർത്തി കേട്ടോ, പുറമൊക്കെ കണ്ടോ മൊത്തം വിയർത്ത്.
ഒരു പരുവ്. നല്ല കളറായിരുന്നു അല്ലേ, നൈസ് കളറായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിച്ച് തിരിച്ചിറങ്ങി. അടിപൊളി ബോട്ടിംഗ് ആയിരുന്നു, നൈസായിരുന്നു. എനിക്ക് ആ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് ആ ഒരു പാലസിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് അടിപൊളിയായിരുന്നു. പാലസിൻ്റെ ഇതൊക്കെ കണ്ടുപോയിരുന്നു. പക്ഷേ തിരിച്ച് കറങ്ങി വന്ന ഭാഗത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കായലിലൊക്കെ ബോട്ടിങ് വേണം, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ സത്യം പറഞ്ഞാൽ വൈകിട്ട് പറഞ്ഞത് ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം, ഇപ്പോൾ ഒരു 5:15 5:30 ആ ടൈമായിട്ടുണ്ട്. 5:30 ആയിട്ടില്ല, അതിന് മുന്നേ ആയിട്ട് നിൽക്കുന്നത്. ഒരു 6:30 ടൈമിനൊക്കെ വരണമായിരുന്നു. ആ ഒരു സൂര്യൻ്റെ ആ ഒരു വെളിച്ചമൊക്കെ കറക്റ്റ് മറ്റേ ആ ഒരു ഗോൾഡൻ റൈസ് അടിക്കുന്ന ആ ഒരു സമയത്ത് വന്നിരുന്നെന്നുണ്ടെങ്കിൽ ആ ഒരു പാലസിലൊക്കെ അത് അടിക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാമായിരുന്നു. പിന്നെ അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ഇട്ടു. ഒരു നല്ല 7 മണി 7:30 ആകുമ്പോൾ അവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ ഇട്ടു. ആ ടൈമിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. ആ ടൈം ബോട്ടിംഗ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെന്ന് തോന്നുന്നു. നെറ്റിലൊക്കെ അതിൻ്റെ ഫോട്ടോസൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ ചോദിച്ചാൽ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നതുകൊണ്ട് കടകളും ഒക്കെ നേരത്തെ അടയ്ക്കും എല്ലാവരും. അപ്പോൾ അവിടെയും ആളില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം 1-2 പേരൊക്കെ ഉള്ളെങ്കിൽ അവർ ബോട്ടിങ് നിർത്തും, മനസ്സിലായോ? കുറേ പേരുണ്ടെങ്കിൽ അവർ ബോട്ടിങ് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവരും അടച്ചു പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കൃത്യ ടൈം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കാരണം. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ലേറ്റ് ആക്കേണ്ട വെച്ചിട്ട് അപ്പോഴേക്കും കയറിയത്. പക്ഷേ കുറച്ചുകൂടെ നൈറ്റ് ആയിരുന്നെങ്കിൽ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയാനേ. അയ്യോ, ഞാനിപ്പോൾ ഈ വലിഞ്ഞു പിടിച്ച് കയറിപ്പോകുന്ന എവിടെയാണെന്നറിയാമോ? നമ്മൾ നേരത്തെ താഴെയല്ല നിന്നത്. താഴെ നിന്നപ്പോഴത്തേക്ക് ഞാൻ മുകളിൽ എന്തോ ഒരു ടെമ്പിളോ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചാറുണ്ടോ ഒരു. അയ്യോ, അയച്ച് കയറി വേറെ ആരുമില്ല ഇവിടെ. കണ്ട ഇവിടെ വേറെ ആരുമില്ല. നമ്മൾ ആ ഒരു മൊത്തത്തിലുള്ളൊരു സിറ്റി വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10-15 മിനിറ്റായി ഈ ഒരു കയറ്റം കയറാൻ തുടങ്ങിയിട്ട്. നമ്മൾ ആ നേരത്തെ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല, ഒരു മലേൻ്റെ മുകളിലിരുന്ന് അതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു അടിപൊളി വ്യൂ ഞാൻ കണ്ട്. പക്ഷേ ഇതല്ല, ഇതിൻ്റെ മേളിലെത്തിയിട്ട് ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാം. അടിപൊളിയാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ആരും ഇല്ലാഞ്ഞിട്ട് ഈ കഷ്ടപ്പെട്ട് ഞാൻ മേളിൽ വലിഞ്ഞു പിടിച്ച് കയറുന്നത്. ആ വ്യൂ ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. ആ വഴിയാണ് നടന്നു വന്നത്. അതുവഴി കയറി ഇതുവഴി ഇങ്ങനെ നടന്നാണ് വന്നത്. അപ്പോൾ ഇന്നിവിടെ കർഫ്യൂ ആയതിനെ കൊണ്ട് നേരത്തെ എല്ലാം ക്ലോസ് ചെയ്യും. എല്ലാ സംഭവങ്ങളും ഇന്ന് നേരത്തെ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബോട്ടിങ് പോയപ്പോഴത്തേക്ക് നേരത്തെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മന്തിൻ്റെ ഇവിടെയും ക്ലോസ്ഡ് ആണ്. ആ ഭാഗത്തിൻ്റെ അപ്പുറം വരെ ഉള്ളൂ. ബാക്കി ഇതുവഴി ഇതുകൊണ്ട് ഈ ഒരു പുള്ളിക്കാരനാണ് നമ്മളെ കൊണ്ടുവന്നത്. ഗൗതം എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരനാണ് നമ്മുടെ ഇതുവഴി കാടിനിടയിൽ കൂടെ ഒരു ചെറിയ വഴി ഉണ്ടായിരുന്നു. ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ അതൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്കല്ലാതെ വരുവാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ആ ഒരു ഫോണിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരൻ നമ്മൾ ഇതുവഴി കൊണ്ടുവന്ന് ഈ ഒരു ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് പോയിന്റ്. നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്തെ ഈ ഒരു പോയിന്റ് കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. മൊത്തം ഉദയ്പൂർ സിറ്റി നമുക്ക് ഇവിടെ നിന്ന് കാണാം. മൊത്തത്തിൽ കണ്ടില്ലേ, അടിപൊളിയില്ല. ഇതെല്ലാം ഉദയ്പൂർ സിറ്റിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മൾ രാവിലെ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. അവിടെയായിരുന്നു നമ്മൾ നേരത്തെ പോയ സിറ്റി ഫോർട്ട് എന്ന് പറയുന്നത്. ആ കാണുന്ന അവിടെയാണ് നമ്മുടെ സിറ്റി ഫോർട്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ റൂം. കണ്ടില്ല, ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കണ്ടോ ഫുള്ള് സിറ്റീൻ്റെ ആ ഒരു വ്യൂ കിട്ടുന്നുണ്ടോ? അടിപൊളിയല്ലേ. നമ്മൾ നേരെ ഡയറക്റ്റ് കയറി വന്നിരുന്നെങ്കിൽ അവിടം വരെ വരാതെ പറ്റത്തുള്ളായിരുന്നു. നമ്മൾ ഇത്രയും വ്യൂ കാണത്തില്ലായിരുന്നു ഒരിക്കലും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരണ്ടെന്ന് വെച്ചതാണ്, വലുതായിട്ടൊന്നും കാണാനില്ലല്ലോ വെച്ചതാണ്. പക്ഷേ അവിടം വരെ വന്നിട്ട് നമ്മൾ പോകാൻ എഴുതി പുള്ളിക്കാരനെ നമ്മൾ മീറ്റ് ചെയ്ത്. പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇവിടെ ഇതിൽ നിന്നും അടിപൊളി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ്. ഇതുവഴി അങ്ങനെ ബാരിക്കേഡോ സംഭവങ്ങളൊന്നുമില്ല, നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് കയറി വരണം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മേളിലുള്ള ടോപ്പ് വ്യൂ ഉണ്ടില്ലേ, അടിപൊളി. എവിടെ നിൽക്കുമ്പോഴുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റും. ഇത്രയും നേരം കയറി വന്ന് മൊത്തം വിയർത്ത് ഒരു പരുവായിട്ടിരിക്കും. എൻ്റെ ഡ്രസ്സൊക്കെ തന്നെ കണ്ടാൽ അറിയാം, ഫുള്ള് വിയർത്തൊരു പരുവായിട്ടിരിക്കുന്നു. ഇവിടെ കയറിയപ്പോൾ നല്ല കാറ്റും ഭയങ്കര ഒരു കിട്ടില്ല ഒരു വൈബ് ഇവിടെ കിട്ടുന്നുണ്ട്.